നമ്മുടെ ബഷീറല്ല എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് ചെന്ന് നോക്കാം. 1 2 3 500 800 രൂപയുണ്ട്. ഉള്ള ആ വധൂരി ഇങ്ങാടാണല്ലോ വന്നത്. എന്തെന്നാടാ എന്തോ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി വന്ന് വിട്ടുണ്ടല്ല. കയ്യിലാണ് കാശ് ഉരുപ്പുണ്ടല്ല. ഒരു കാർന്നോര അവിടെ നിന്ന് ഓടി വണ്ട്. രണ്ടാക്കണോട്ടത് ഒന്ന് പൊയ്ക്കണോന്ന് പകുതിയാ മുഴുവനും തരാം. ആ കിളവനെ ഏതെങ്കിലും വഴിക്ക് വിട്. അയാൾ കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ്. കാല് മാറരുത്. അയാൾ കല്ലായിട്ടാണ് വന്നത്. പറഞ്ഞു വിട്. എന്തോ പോയ പോലെ ഉണ്ടല്ലോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോക്കിയ പൈസ എനിക്കൂട്ട് വരുന്നു. ഒരുത്തന അതൊക്കെ തട്ടിപ്പറിച്ചിട്ട് ഒരു ഓട്ടം അങ്ങോട്ട് ഓടി. എങ്ങാടാ പോയെന്ന് ഒരു പിടുത്തില്ല. കണ്ണിന്ന് ഈ പിന്നായമാരിയോട് പോയി കളഞ്ഞു. കുറച്ച് കാശുണ്ടായിരുന്നു. അവന് അന്വേഷിച്ച് കിട്ടാൻ വല്ല മൊബൈൽ ഇത് കൊടുക്കാനുള്ള മോൻ എടുക്കുവോ? എന്നാ എനിക്കൊരു 1000 രൂപ വന്നാ മതി. അവൻ കല്യാണത്തിന് പോയിക്കാണ്. അവനുണ്ടായിരുന്നു എന്റെ കാശ് പോലായിരുന്നു. 1000 രൂപ നന്നായി മോനെ. 1000 രൂപ വേണ്ടേ? കല്ല് അത് പോട്ടെ, കാശ് കിട്ടിയാ മതി. 1000 രൂപ ഇത് പിടിച്ച മോനെ. കൂടുതലുണ്ട്. അതെന്തിനാ മോനെ? ഇരിക്കട്ടെ. 500 കിട്ടിയതായി. ഒന്നു മോനെ ഇവിടെ ഒന്ന് ചാരിക്കട്ടെ. കുരിപ്പിനെ ഓടിച്ചിട്ട് നടുവും മുതമൊക്കെ പോയി. അവൻ എന്റെ കയ്യിൽ കിട്ടി. ഞാൻ കല്ലിലടിച്ച് ഞാൻ കൊന്നേനായിരുന്നു. അതൊക്കെ ഉണ്ടാ അയാൾ പോയാടാ. എന്റെ പൊന്നു, ആ കിളവനെ പറഞ്ഞിട്ട് ഒരു കണക്കിനാണ്. കിട്ടിയ നോട്ട് രണ്ടാക്ക്. കിട്ടിയ നോട്ട് രണ്ടാക്കിയിട്ട് നീ സർക്കാർ എടുക്കൂല. ഇത് ഞാൻ തന്നെ എടുത്തോളാം. നീ നിന്റെ കാര്യം നോക്കണേ. എനിക്കൊരു മൊബൈൽ കിട്ടി. 10,000. എന്റെ മൊബൈലാടാ. 2000 കൊടുത്ത് ഞാൻ വാങ്ങിച്ചാണ്. ഇവിടെ എന്റെ മൊബൈലാടാ. ആ കിളവന്റെ ഇത് കാശും തട്ടിപ്പറിച്ച് ഓടിയപ്പോ പോയതാടാ. ഇങ്ങനെ തന്നേക്കടാ. 2000 രൂപ ഞാൻ തരാം. എന്തിനാടാ? എന്തെങ്കിലും കുറച്ചാടാ. ഞാൻ കുറച്ചേരം ഞാൻ 2000 രൂപ കൊടുത്തല്ലേ. അല്ല ഞാൻ ആ കിളവനെ വിളിച്ചു തരാം. കിളവനെ അയാള് കല്ലും കൊണ്ടാണ് നടക്കണ. കിട്ടിയ അയാള് ചതച്ചളെ. നീ കാശി 2000 രൂപ പിടിച്ച ആ മൊബൈലും കടന്നേക്കടാ. വേണ്ടാത്ത പണിയായി പോയി. കയ്യിലുള്ളതും പോയി, കിട്ടിയതും പോയി. ആ പന്നക്കിളവൻ എവിടെ നിന്ന് വന്നാവൂ.